ഫ്രണ്ട്സ് ഫസ്റ്റ് പാട്ടാണ് ഫസ്റ്റ് കേസിൻ്റെ. നമുക്ക് സ്റ്റോറിനകത്ത് പോവാം. എന്തു പറ്റി പ്രിയ? എന്തു പറ്റി അമ്മ? അപ്പോൾ ഇതെല്ലാം എനിക്ക് കണ്ട ഡ്രീമാണോ? അതെ, ശരിക്കും പറഞ്ഞാൽ പ്രിയക്ക് ഇതെല്ലാം കണ്ട ഡ്രീമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഗേൾസ് എല്ലാം അവരെല്ലാം ആരാ? ഒന്നറിയില്ലല്ലോ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡ്രീമാണ്. ഗേൾസ് കുറച്ച്, അതെ, അതിൽ കുറച്ച് പേരെല്ലാം ആരെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അത് ആരാ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. എന്താ സംഭവിച്ചു എനിക്കറിയില്ലല്ലോ. അമ്മ, ചേട്ടനോടാ? അർജുൻ? എൻ്റെ മറ്റേ മോൻ. എന്ത് ചേട്ടക്ക് മീനാക്ഷിനെ അറിയോ? മീനാക്ഷിയ? അതാരാ? ശരിക്കും പറഞ്ഞാൽ അവർ ആരും അല്ലായിരുന്നു. ഇതൊരു ഡ്രീമായിരുന്നു. ഇതൊരു ഡ്രീമായിരുന്നു. എനിക്കൊരു ഡ്രീം. ചേട്ടനക്ക് ജങ്കുക്കോനെ അറിയോ? ഈ ഫോട്ടോത്തിൽ കാണുന്നതല്ലേ? ഇല്ല മോളെ, ഇവരാരാ? അപ്പോൾ എനിക്കെല്ലാം കണ്ട ഡ്രീമായിരുന്നോ? നല്ല ഡ്രീം. പ്രിയ, എന്താ റോസ്? എടി ഇപ്പോഴും റോസ് വിളിക്കാണോ? അതെടി, മറന്നുപോയി. സോറി മച്ചി, സാരി, നീ എന്നെ റോസ് എന്ന് വിളിക്കാം. എടി ഞാൻ പറയടേ, സത്യത്തിൽ എനിക്കൊരു ഡ്രീം കണ്ട. അതെ, ഇതിലൊരു ഫ്രണ്ട് മാത്രമാണ്, റോസ് മാത്രമാണ് ബെസ്റ്റ് ഫ്രണ്ട്. അതിലൊരു ഡ്രീമായിരുന്നു. റോസ് നടന്ന കാര്യമല്ല പറഞ്ഞു. സത്യമാണോടി? അതേടി മച്ചി, എനിക്ക് ഡ്രീമിൽ ജിന്ന് കണ്ടായിരുന്നു. എന്ത് പറയടി, ഡ്രീം പറഞ്ഞാൽ നമുക്ക് ഒരു നാൾക്ക് ഓരോ ഡ്രീം വരാം. ഡ്രീമിന് കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടാവോ? ശരിക്കും ജിന്ന് കണ്ട് നന്നുണ്ടായിരുന്നുടി. സാഡായിട്ടുള്ള ഞാൻ. സാരില്ല മച്ചി. ഹലോ. എടി, ഒരു കാര്യം പറയാനുണ്ട്. എന്തടി? അതെ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്ക് ഡാഡി ടിക്കറ്റ് തന്നു. എന്ത് ടിക്കറ്റടി? മറന്നോ? ഏടി മണ്ടി, BTS മെമ്പർ ബോയ്സ് 7 പേർ വന്നിട്ടുണ്ടോടി ഇന്ത്യക്ക്. വന്നിട്ടുണ്ടോ? അതാണല്ലോ ഡ്രീം കണ്ട. അതോ എനിക്ക് മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡ്രീം കണ്ടടി. പറഞ്ഞിട്ട് നീ മുമ്പ് ഡ്രീമിൽ കണ്ട അതൊന്നും നടക്കില്ല. ചിലപ്പോൾ ജിന്നിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യാം? അത് ശരിയാടി, നമുക്ക് പോവാം. ശരി, രാത്രിയാണ്, മറന്നു പോകാൻ പാടില്ല. എത്ര മണിക്ക്? മമ്മിയോട് ഓൾറെഡി പറയണം. നമ്മൾ ചിലപ്പോൾ 1 മണി കഴിയും അത് നിൽക്കുമ്പോൾ. മനസ്സിലായില്ലേ? ശരി മച്ചി. ഡാഡി? എന്താ പ്രിയ? എനിക്ക് പോകണം ഡാഡി. അർജുൻ? ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി, ഇവർ രണ്ടുപേരെ. ശരി, താങ്ക് യു ഡാഡി. ശരി. എനിക്കൊരു പെണ്ണും സെറ്റാകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ചേട്ടാ അതൊന്നുമില്ല. ശരി. അതെ, അങ്ങനെയായിട്ട് ബോയ്സ് എല്ലാം വന്നായിരുന്നു. അങ്ങനെ കൊണ്ട് അത് മാത്രമല്ല, BTS മെമ്പറല്ല, വേറെ ഗേൾസ് ഗ്രൂപ്പ് വന്നായിരുന്നു. കുറച്ച് ഫേമസ് ആണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല, എനിക്കറിയില്ല. അതൊരു ചാനൽ മതിയാണ്. അതെ, ഒരു ആക്ടറാണ്. മൂവി എടുക്കാൻ വേണ്ടി കൊറിയന് ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. അത് കൊറിയൻ ഗേളാണ്, ഒരു ആക്ടറാണ്. അവർ വന്നിരുന്നു. ബ്യൂട്ടി മിസ്സസ് പറയായിരുന്നു. ആക്ടർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആക്ടറും വന്നിരുന്നു ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടി. ഇന്ത്യയിൽ നല്ല പ്ലേസ് ഉണ്ട് പറഞ്ഞുകൊണ്ട്. മച്ചി, ആക്ടർ വന്നിട്ടുണ്ട്. അതെടി, എൻ്റെ അങ്കിളുടെ ഹോട്ടലാണ് ഉള്ളത്. ശരി, ഓക്കെ. ആക്ടർ ആരാണ്? ആക്ടർ പറഞ്ഞ മിയ. എന്ത്? ആക്ടർ മിയ ആണോ? അതെ, നമുക്ക് കാണാം. ശരിയടി. അങ്ങനെ പറഞ്ഞു. ചേട്ടാ, ആക്ടർ മിയ വന്നിട്ടുണ്ട്. ശരി. എടി മച്ചി, റോസ് പറയാ, നിൻ്റെ ഏട്ടനക്ക് മിയൊക്കെ സെറ്റായ നല്ലുണ്ടല്ലേ? പോടി, പറഞ്ഞു കേട്ടില്ല. എൻ്റെ ചേട്ടനക്ക് എത്ര ലവ് ലെറ്റർ വരാ? ഒരു പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വേല സെറ്റായ നല്ലുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു. മോളെ, ഹലോ അങ്കിൾ, ശരി ഞാൻ വരാം. അങ്ങനെ പറഞ്ഞു. മിയാൻ്റെ അതെ ഹോട്ടലിൽ അങ്കിൾ വെച്ചായിരുന്നു. അങ്ങനെ ഹോട്ടലിലേക്ക് വന്നു ചേട്ടാ. അങ്ങനെ കൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെ, അങ്ങനെ ഹോട്ടലിൽ ഇറങ്ങി താഴെ വന്നു. മിയ നോക്കി. മിയ ഇങ്ങനെ ലിഫ്റ്റ് കയറുമ്പോൾ അർജുൻ കയറി. മിയ നോക്കി ഫസ്റ്റ് കണ്ണെടുത്ത് നോക്കി. കണ്ടു കാതിരുന്നു. പിന്നെ മിയ നോക്കി ഫ്ലാറ്റായി. ആരോ ഹാൻസം, കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലോ. മിയ വെച്ച് കണ്ണാടക്കൾ സൈറ്റ് അടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് പോയി. മിയയുടെ സെക്രട്ടറി പറയാം, മാം
ആ എന്ത് ജെനി? ഇത് എന്ത് മാം നോക്കുക? ഒന്നുമില്ല ജെനി. ആരാ ഇവൻ? ഇവനെക്കുറിച്ച് എനിക്കറിയണോ? ശരി മാം. ശരി. ജെനി പോയി ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ ഓ ഹോട്ടൽ അത് സർ എക്സ്ക്യൂമി. ആരാ ഇത്? അർജുനാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. ജെനി പറഞ്ഞു. ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഓണറില്ലേ, അവരുടെ ഫ്രണ്ടിൻ്റെ മകനാണ്, അർജുനാണ്. ഓ അവർക്കൊരു അനിയത്തിയുണ്ട്. ഓ ശരി ഓക്കെ. അങ്ങനെ പറഞ്ഞു അങ്ങനെ അർജുൻ പറഞ്ഞതൊക്കെ സൈറ്റ് അടിക്കാൻ ഒരു ഫോട്ടോ എടുത്തു. ഇതെല്ലാം ഗണിച്ചിട്ട് ഒരാൾ നോക്കുന്നുണ്ട്. രണ്ട് കണ്ണുകൾ നോക്കുന്നുണ്ട്. അതെ, രണ്ടുപേരും. അത് വേറെ ആരുമില്ല, നിങ്ങളാണ്, ഹീറോയാണ്. പ്രിയക്ക് ഷോക്ക്. എടി റോസ്, നീ പറയുന്ന പോലെ എൻ്റെ ചേട്ടനെ ഇപ്പം കരച്ചിയോ? അതെടി, കരച്ചത് നമുക്ക് നല്ലത്. ശരി ഓക്കെ. ഇപ്പം നമുക്ക് ജലസ് ചെയ്യിക്കാം. അങ്ങനെ മിയ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മിയ കോളേജിലേക്ക് വന്നു. അങ്ങനെ കോളേജിൽ വന്ന് ഓടി വന്നു. മിയ ഹലോ റോസ് പറയാ, എടി മച്ചി ആട്ടർ നോക്കാം. ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഓടിപ്പോയി ഹക്ക് ചെയ്തു. ഇത് കണ്ട് മിയക്ക് ഷാക്ക്. അത് മാത്രമല്ല ജെനിക്ക് ഷാക്ക്. ആരായി പെണ്ണ്? കണ്ണ് മുറയ്ക്കാൻ നോക്കി. ഗാണ്ടാവാൻ തുടങ്ങിയിട്ട് റോസ് കിളി 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 ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. അത് മാത്രമല്ല അതാരെന്ന് ജെനി പറഞ്ഞു. ഓ അനീറ്റിയാണോ? ശരിയാക്കി, അടുത്ത പ്രാങ്ക് ചെയ്യാം. ഒരു പെണ്ണ്. അതെ, ഒന്നും സെറ്റാല്ല, ആരും വേണ്ട. ചേട്ടനക്ക് ഹെഡായ ഒരുപാട് പിടിച്ചെന്ന് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ക്ലാസ്സിൽ, അതെ കോളേജിൽ പഠിക്കുകയാണ്. അങ്ങനെ കോളേജിൽ മിസ്റ്റർ ബ്യൂട്ടി എന്നൊരു പെണ്ണുണ്ടായിരുന്നു. പേര് ജാസ്മി പറയുന്ന. അതുകൊണ്ട് പാർട്ടി ഉണ്ടായിരുന്നു. അതെ, ഒരു പാർട്ടി, അടൽ പാർട്ടിയും. അത് ഇങ്ങനെ കോൺസേൺക്ക് എല്ലാവരും പോയിട്ട് വരാൻ എന്ന പ്ലാനായിരുന്നു. ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെ, എല്ലാ ബോയ്സും വന്നു. ജെനി അത് മിയ നോക്കിയായിരുന്നു. ഓ വന്നിട്ടുണ്ടല്ലോ ഞങ്ങളെ കാണത്തേക്ക്. ഇവിടെ വെച്ച് കറക്റ്റ് ചെയ്യാൻ അടിച്ചു പോയി. അപ്പോൾ അതെ, അവിടെ മിസ്റ്റർ ബ്യൂട്ടി പറഞ്ഞ ഒരു പെണ്ണ് വന്നു. എന്ത് പറ്റി? അതൊന്നുമില്ലടി. അതെ, മിസ്റ്റർ ബ്യൂട്ടി പറഞ്ഞ ഒരു ഗേൾ വന്നിരുന്നു. കോളേജിലാണ്. അത് അത്ര. എന്തടി ഇവളാരടി? എടീ പറയുന്ന റോസ്, ഇവളാരാ? ഇവളാണ് ഹേമ. അപ്പോൾ അവളെവിടെ? എടി അവൾ ജാക്കിക്ക് പ്രപ്പോസ് ചെയ്തു. ചേട്ടനും റിജക്റ്റ് ചെയ്തായിരുന്നു. ഇവള് പ്രപ്പോസ് ചെയ്യുന്ന കണ്ടു. മിയക്ക് കണ്ടായി ഇവർക്ക് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ മിയ വന്നു. എക്സ്ക്യൂമി. യെസ് സാർ. എക്സ്ക്യൂമി, എനിക്കൊരു ഡേറ്റ് വരും. മിയനെ കണ്ടു. എന്ത് പറ്റി മാം? ഇംഗ്ലീഷിൽ ചോദിച്ചു. അതല്ല, എനിക്ക് ബാത്റൂം എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? ബാത്റൂം എവിടെ? നിങ്ങൾ വന്ന് കാട്ടിത്തരുമോ? ശരി ഓക്കെ. അങ്ങനെ കാട്ടി. ഇവളൊരു പോയതാണ്. അങ്ങനെ കാട്ടി കൊടുത്തു. കറക്റ്റാന്ന്. എടി റോസ്, ജിന്നിക്ക് ഇവൾക്ക് ഒരു അർസര പറയുന്ന ഡേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതായിട്ട്. അതൊന്നുമില്ലടി, ചുമ്മാ പറയുന്നതായിരുന്നു. ശരി ഓക്കെ. അങ്ങനെ മിയയോട് പറഞ്ഞു. അങ്ങനെ മിയ ബാത്റൂമിൽ പോയിട്ട് വന്നു. ഇയാളെവിടെ പോയി? മിയ തേടുമ്പോൾ വീണ്ടും ഒരു പെണ്ണ് വന്ന് കരച്ചത്. മിയക്ക് ഗാണ്ടായി. ഫ്രണ്ട്സ്, ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്, 2ാം ഭാഗം.